ഹലോ ഗായ്സ്, റോക്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അനീസിയറിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ഒരു BR വീഡിയോയ്ക്കാണ്. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ നല്ലോണം ഇതൊക്കെ ഉണ്ടായി, കുറേ വ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്നും എല്ലാവരും കാണാം. ഓക്കെ, എല്ലാ വീഡിയോയും കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളൂ ഗൈസ്. സബ്സ്ക്രൈബേഴ്സ് 61 കണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് BR കളിക്കാൻ പോണത്. BR സ്കോർ കുറവാണ് കേസ്, അതാണ് പ്രശ്നം. കാരണം ടീമായിട്ട് കളിക്കാൻ പറ്റില്ല. എന്തായാലും ടീമായിട്ട് കളിക്കുന്നു വേണ്ട. നമുക്ക് വേഗം നമുക്കിടെ BR അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സർഫ് ബോർഡിൻ്റെ സ്കിൻ കിട്ടിട്ടോ. പിന്നെ കാശ് ഇപ്പോൾ ഒരു ഗ്ലൂ വാൾ സ്കിന്ന് വന്നിട്ടില്ലേ, ഈ ഗ്ലൂ വാൾ സ്കിന്ന്. ഈ ഗ്ലൂ വാൾ സ്കിൻ എടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. നമ്മളെന്തായാലും ഗ്ലൂ വാൾ സ്കിൻ എടുക്കണമായിരിക്കും. ഗിൽഡിന് വെയിറ്റ് ഒക്കെ ആവുന്നുണ്ട്. ഇപ്പോൾ BR സ്റ്റാർട്ടാവാളില്ലോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. സ്റ്റാർട്ടാവും, ഉറപ്പായിട്ട് സ്റ്റാർട്ടാവും. എന്ത് സ്റ്റാർട്ടാവത്തെ ഗൈസ്, ഇതൊക്കെ നോക്ക്. ലെവൽ 4 ഉള്ളത് കേട്ടാ. 4KSY എന്ന് പറഞ്ഞാൽ ലെവൽ 4 ഉള്ള ഗിൽഡൊക്കെ വെറുതെ ഇട്ടേക്കാണ്. വെറുതെ നമുക്ക് ഇഷ്ടമുള്ള പോയി ജോയിൻ ചെയ്യാം. അങ്ങനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് ജോയിൻ ചെയ്തോ. ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഗിൽഡിൽ നിന്ന് ബാക്ക്, നിങ്ങളുടെ ഗിൽഡിൻ്റെ ലെവൽ 1 ആണെങ്കിൽ ഗിൽഡിൽ നിന്ന് ബാക്ക് അടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. എന്തായാലും കിട്ടും. ലെവൽ 4 ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു ഗിൽഡ് എന്തായാലും കിട്ടും ഗൈസ്, ഉറപ്പാണത്. എന്താ സ്റ്റാർട്ടാവില്ലല്ലോ ഗൈസ്, കുറേ നേരം എടുക്കും. കുറച്ചേരം പറ്റി ഗൈസ്, ഒരു 10 എന്തത് ആരും കളിക്കാനില്ല എന്നുകൊണ്ട്. ഇതെന്ത് കഷ്ടമായി. ഇപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളി സ്റ്റാർട്ട്. ഇതെന്താ എലിമിനേഷനൊക്കെ 0-0 അല്ല 0 കാട്ടുന്നത്. ബെർമുഡയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നിൽക്കാം. ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ അടുത്തതിലൊക്കെ ഇങ്ങോട്ടിടാം. ഓ നിനക്ക് ഇതേ നിൽക്കണവനോട് അങ്ങോട്ട് ഓടി. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ജയിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. ജയിക്കണം ചിലപ്പോൾ ജയിക്കട്ടോ, പറയാൻ പറ്റില്ല. നമ്മൾ പീക്കിൽ ഇറങ്ങിയിട്ട് ചത്താലും കുഴപ്പമില്ല ഗൈസ്. പക്ഷെ നമ്മൾക്ക് ഒരു ലൈഫും കൂടി ഉണ്ടല്ലോ. അത് കാരണം നമ്മൾ ആദ്യത്തെ ലൈഫ് നമ്മൾ വെറുതെ കളയാം. അതാണ് എൻ്റെ ഗിഡ്. അല്ല, എൻ്റെ ഒരു ഐഡിയ. പക്ഷേ ആദ്യത്തെ ലൈഫ് നമ്മൾ വെറുതെ കളയാം. മറ്റേ ലൈഫ് നമ്മൾ കളിക്കുക എന്ന് വെച്ചാൽ മഴയിൽ കളിക്കുക. പീക്കിലിറങ്ങാം. പീക്കിൽ നമുക്ക് കില്ലിങ്ങനെ വാരിങ്ങനെ കൂട്ടാം. അതാണ് പീക്കിൻ്റെ ഒരു പെട നല്ലത്. നമ്മൾ പീക്കിൽ ഇറങ്ങിയിട്ട് ഇറങ്ങാൻ പോണേ. അപ്പം നമുക്ക് എന്താ ചെയ്യുക, ഇറങ്ങുമ്പോൾ തന്നെ നല്ല തോക്കിട്ട് അതായിരുന്നു. തോക്ക നല്ല പാരഫലാണ് ഗൈസ്. പാരഫലുകൊണ്ട് കാര്യം എന്നല്ല, MP40 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി സീനാണ്. നമ്മൾ MP40 M16 കിട്ടിയിട്ടുണ്ട്. M60 നമുക്ക് വേണ്ട. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കാം. എടുത്തേ ഗൈസ്, ബാക്കിൽ നിന്ന് കടിയിട്ടില്ല. അവിടെ നിൽക്കും. എടുക്കോ മെഡിക്കിച്ചടിക്കത്തിട്ട് ഈ കളി ചത്താലും കുഴപ്പമില്ല. ചാവാണ്ട് നോക്കാം നമുക്ക് എന്തായാലും. ഈ ഗൈസ് പെണ്ണൊക്കെ ബാക്കിൽ നിന്നൊന്ന് അടിച്ചു ഗൈസ്. ഇനി നമുക്ക് പീക്കിൽ ഇറങ്ങണ്ട. ഒരു കില്ലുണ്ട്, ഒരു കില്ലൊക്കെ മതി. നമുക്ക് നമ്മുടെ ഫാക്ടറിക്ക് പോവാം. ഫാക്ടറിയിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും ഗൈസ്. അതിൻ്റെ മുകളിൽ ഫൈറ്റ് എടുക്കണം കേട്ടോ. മുകളിൽ ഫൈറ്റ് എടുക്കുന്നുണ്ട്. കണ്ട ഓടി കളിക്കുന്ന കുഞ്ഞിപ്പുലികൾ മുകളിൽ ഫൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മൾ
റഷ് ചെയ്യാനാണ് ഗൈസ് നമ്മൾ ഓറിയോനൊക്കെ ഇട്ട് വന്നേക്കുന്നത്. ഇതിലാണ് നമ്മൾ റഷർ പ്ലെയർ ആണ്. നമ്മൾ ബിആറിലൊക്കെ റഷർ പ്ലെയർ സീനാവും അങ്ങനെ. എന്തായാലും എല്ലാ പൈസയൊക്കെ ഒന്ന് എടുക്കാം. നമുക്കിപ്പോൾ ഫമാസും മറ്റേത് കൂടി ഉണ്ട്. മറ്റേ മാഗ് അയ്യോ നെറ്റിനെന്താ പ്രോബ്ലം ഉണ്ട് ഗൈസ്. ഇപ്പോൾ വരും. വന്നത് ഗൈസ് 999 സെറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ മറ്റേ ബൈസണും ഇതാണ് എടുത്തേക്കണത്. നമ്മുടെ എന്താ പറയുക എൻ്റെ പേര് പറഞ്ഞാൽ മാഗും. നമുക്ക് എല്ലാ കോയിൻസ് എടുക്കാം. എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. അതിൻ്റെ മുകളിൽ ഫൈറ്റ് എടുക്കല്ലേ, നമ്മുടെ ഇതെടുത്തിട്ട് നമ്മുടെ മറ്റേ പറന്നു പോകണ സാധനമില്ലേ, എൻ്റെ പേര് ലോഞ്ച് പാഡ് മേടിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പോകാം. അയ്യോ ഇത് കൂടി ചത്താനെ കൊന്നുണ്ടാക്കാൻ. ഇത് കൂടി ചത്താൻ പിന്നെ ഈ കളി മൂഞ്ചി നിർത്തതിൻ്റെ. എന്തായാലും വേണ്ട, അവളുടെ ഒരു ഫുള്ള് പൊട്ടതാക്കാനുണ്ട്. എന്തായാലും നമ്മുടെ പണിയിലേക്ക് പോകാം. പൊട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. ഇനി കറക്റ്റ് അതിൻ്റെ മുകളിൽ എത്തുന്നതിൻ്റെ പ്രതീക്ഷ. തട്ടില്ല ഗൈസ്, തട്ടില്ല. എൻ്റെ നമ്മളെ എന്താ നോക്ക്, ബാക്കിൽ നിന്ന് അടിച്ചങ്ങിട്ടാം. തോക്കുന്നില്ല എൻ്റെ കയ്യിൽ. മിനി യൂസ് മാത്രമല്ല ഗൈസ്. ശിവന്തോട് ഒളിച്ചിരിക്കണ്ടായോ മാത്രം. അപ്പുറത്ത് എൻ്റെ അടുത്ത് ഞാൻ ശിവന്ത ഒളിച്ചിരിക്കണേന്ന്. എന്തായാലും കയറാൻ അങ്ങോട്ട്. അയ്യോ അറിയാണ്ട് അങ്ങോട്ട് തൊട്ടുപോയി. നമ്മുടെ ഒരേ വെറുതെ പോയി. ശിവപ്പൊട്ടന്മാർക്ക് അടിക്കാൻ അങ്ങോട്ട് ചാടിക്കൂടെ. മറ്റേ സാധനം ഉണ്ട്, മറ്റേ മെഡിക്കറ്റ് കാട്ടുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ അടിക്ക് കാട്ട് ഒരുപാട് ഈ സാധനം ഇട്ട് ഇരിക്കും. ഇതൊന്ന് ഫുള്ളാവട്ടെ. ഓറിയോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് ആവട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഫുള്ള് അല്ല, ഓറിയോ യൂസ് ചെയ്യാൻ അത്രയ്ക്ക് ആയിട്ട് പടുറവനെ അവൻ്റെ തല അടിച്ച് വിളിക്കാൻ. അവിടേക്ക് എന്ത് ചെയ്ത് നമുക്കതല്ല മാഗ് എടുത്ത് കയറി കുത്തി പിടിക്കാൻ. ഓറിയോൻ്റെ അടുത്തൊക്കെ നിനക്കൊന്നും നടക്കില്ല. ശിവൻ്റെ ഒരു മാഗ് മാഗിൻ്റെ ഒക്കെ ഒരു കളി. ഇനി നമുക്ക് ഡാൻസ് കളിക്കാം. നമ്മളെ 3 പേര് കാണുന്നുണ്ട് കേട്ടാ. നമ്മൾ 3 പേര് സ്പെക്റ്റ് ചെയ്യേണ്ട എന്തിനാവോ, എന്തിനു വേണ്ടി നമ്മളെ 3 പേര് സ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് ഡാൻസ് കളിച്ചായിട്ടെടുക്കാം. ഇതാണ് ഹിന്ദിക്കാരാണ്, നമുക്ക് ഡാൻസ് കളിച്ചായിട്ടെടുക്കാം. M60 ആണ് ഗൈസ്, എല്ലായിടത്തും M60 മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് ആ സാധനത്തിൽ കയറാൻ ഇത് പോയി ഗൈസ്. വീണ്ടും നമുക്ക് വീണ്ടും അത് മേടിക്കണ്ട. നമുക്ക് വല്ല വണ്ടി മേടിക്കാം, മറ്റേ മോൺസ്റ്റർ ട്രക്ക് മേടിക്കാൻ പറ്റില്ല, അത് മേടിക്കാം. അത് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കാം. നമുക്ക് എങ്ങടെങ്കിലും പറക്കാം. നമുക്ക് എങ്ങടെ പറക്കാം, നല്ല വരെ സ്ഥലത്ത് പറ്റും. നമ്മുടെ പുതിയൊരു വീഡിയോ എന്നല്ലേ ഗൈസ്, മറ്റേ പീക്കിൻ്റെ അടുത്തൊരു പുതിയ വീഡിയോ എന്നല്ലേ, അങ്ങോട്ട് പറക്കാം നമുക്ക്. അങ്ങപ്പടിക്കാണെങ്കിൽ പിന്നെ പിന്നെയും കുഴപ്പമില്ല. അവിടെ പിന്നെ എൻ്റെ മുകളിൽ ആൾക്കാരുണ്ടാകും ഗൈസ്. അവിടെ ഫുള്ള് ക്യാമ്പസ്. അവിടെ ആ വീട്ടിൽ ക്യാമ്പസ്. ആരെങ്കിലൊക്കെ അവിടെ അടിച്ച് വിളിക്കും നമ്മളെല്ലാവരും. നമുക്ക് ബൂസ്റ്ററൊക്കെ ഇട്ട് പറപ്പിക്കാൻ ഗൈസ്. ഏത് വരെയായിരുന്നു? ഇവർ തന്നെയാണ്. അയ്യോ കൺട്രോൾ കിട്ടില്ല. ഇത് ഗൈസ് അവിടെ ഒരു വീടുണ്ട്. അത് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ട. ബാക്കിൽ നിന്നൊക്കെ അടി ആരൊക്കെയാണ് ഫൈറ്റ് എടുക്കേണ്ടത്. നമുക്ക് എന്തായാലും ആ വീട്ടിലേക്ക് തന്നെ പോകാം. നമുക്ക് ബൂസ്റ്ററൊക്കെ ഇട്ട് പറപ്പിക്കാൻ പോയി ഇറങ്ങിക്കോ. അത്ര ഉള്ളു. അയ്യോ നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്യാമറ ഉറപ്പിട്ട് 100% ഉണ്ട്. അതിൻ്റെ മുകളിൽ ക്യാമറ ഇല്ല. ആരും ഇല്ലയെന്നുണ്ട്. അയ്യോ ഗോസ് ജസ്റ്റ് മിസ് ബൈസൊക്കെ കുറ്റിയൊക്കെ പിടിച്ചു. ഞാൻ വിചാരിച്ചെന്തോ ആരും ഇല്ലാത്തതെന്ന് ഇതിൻ്റെ മുകളിൽ. എന്തായി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചേ, വിചാരിച്ചില്ലയെന്ന്. എന്തായാലും ഒരു പെട്ടിയൊക്കെ എടുത്തിട്ട് നോക്കാം. നമുക്ക് ഇങ്ങോട്ട് എന്തായാലും അടിക്ക് തന്നെ പോകാൻ കഴിയും. സോൺ വരാറായിട്ടുണ്ട്. ക്രോണർ എടുക്കാം ഗസ്. മറ്റേത് ഉണ്ട് എന്താ പറയുക, എയർ ഡ്രോപ്പ് തന്നെ. നമുക്ക് എന്തായാലും എയർ ഡ്രോപ്പൊക്കെ എടുക്കാം. അസ്യൂട്ടി ആയിരിക്കും ഗൈസ്. തോംസനാണ് മാഗ്. മാറ്റി തോംസൺ എടുക്കാം. നമ്മുടെ യൂസ്ലെസ് ബുള്ളറ്റൊക്കെ അവിടെ കളയട്ടെ. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്.
നമുക്കിനി അതെടുത്ത് പടയ്ക്കാം. നമുക്ക് വണ്ടി എടുത്തിട്ട് കുറച്ച് നേരം ഇവിടെ വട്ടം കറങ്ങി. ആരും മരുന്നില്ല ഗൈസ്, അല്ലെങ്കിൽ കൂടെ ലോഡ് ആൾക്കാർ ഇപ്പോൾ എടുത്തും പോലും മരുന്നില്ല. ഓ ഇവൻ്റെ കയ്യിൽ പെട്ടപ്പെട്ട ലൂട്ടൊക്കെ ഉണ്ട്. ചെക്കൻ്റെ MP5. അയ്യോ സോമന്നു അധികം അവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. നമ്മുടെ അതേ സ്കിന്നുള്ളൊരു വണ്ടി എടുക്കുന്നുണ്ട്. എന്തായാലും ഈ വണ്ടി കയറിട്ട് അങ്ങോട്ട് പോവാം. വേഗം പോവാം. ബൂസ്റ്ററൊക്കെ ഇട്ട് പറഞ്ഞുണ്ട്. പെട്ടച്ചങ്ങോട്ട് പോവാം. അയ്യോ കറക്റ്റ് മരത്തെ കൊണ്ട് കയറ്റി നമ്മൾ. ഇതിൽ നമ്മൾ പോയി അടിക്കില്ല ഗൈസ്. ഇവിടെ മുട്ട ഫൈറ്റാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഇരുക്കെ പെട്ട ചാവും എന്നാണ് എനിക്ക് തോന്നണത്. എന്നാൽ അടിച്ചാൽ വിളിക്കില്ലാത്തിന് നമ്മൾ ജസ്റ്റ് സ്ഥലത്ത് കൊള്ളില്ല. എന്തായാലും ഇറങ്ങി അടിക്കാനെ. അയ്യോ നമുക്ക് വണ്ടി അയ്യോ അടിയിട്ടുണ്ട് മോനെ. എവിടെ നിന്നൊക്കെ കൊണ്ട് അടി കിട്ടി. സുമാർ എന്തൊരടി അടിക്കണം. അയ്യോ ചത്ത് ഗൈസ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചത്ത് ഗൈസ്. ഗൈസ് അവൾ ചത്തുണ്ട് നൈസായിട്ട്. ഇപ്പം ഗൈസ് നമ്മളെ ചത്ത് പോയി നമ്മൾ. അപ്പോൾ ഗൈസ് നമ്മുടെ എന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ബൈ ഗൈസ്. എല്ലാവർക്കും ബൈ. ഇപ്പോൾ എന്ത് ചെയ്യാൻ മറ്റേ ഗ്ലൂ വാൾ സീൻ എടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും ബൈ.